വാ മോളെ, കുഞ്ഞിനെ തന്നേ മോളെ. മുത്തച്ഛന്റെ മുത്തേ. ഇങ്ങോട്ട് നോക്ക്. അവക്ക് പനിയാച്ചാ. മുത്തച്ഛന്റെ മുഖം ഉവ്വാ കുടിച്ചോ? ഇന്നലെ രാത്രി തുടങ്ങിയതാ. സാധാരണ ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോ പനി വിടുന്നതാ. ഇതെന്തോ വല്ലാത്തൊരു പിടിവാശിയും ശാഠ്യവും ഒക്കെ. ആണോ മോളെ? അപ്പൊ ഞാൻ വിചാരിച്ചു പ്രീതി ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാന്ന്. എല്ലാവരും പറയുന്നത് കുഞ്ഞിന് അമ്മയുടെ സാമീപ്യം വേണമെന്നാ. നന്നായി മോളെ. പെറ്റമ്മയുടെ സാമീപ്യം കൊണ്ട് പല അസുഖങ്ങളും മാറും അത്രേ. അമ്മയെ കാണാതിരുന്നുള്ള സങ്കടത്തിലും ചിലപ്പോ കരഞ്ഞു പനിയൊക്കെ വരാത്രേ. അത് നേരാണോ അച്ഛാ? അതെ മോളെ. അങ്ങനെയല്ലേ? അമ്മയും കുഞ്ഞുമായിട്ട് അങ്ങനൊരു ആത്മബന്ധമുണ്ട്. അസുഖം പ്രാർത്ഥിച്ച് വാങ്ങാന്ന് കേട്ടിട്ടില്ലേ? അത് പെറ്റമ്മയ്ക്കേ പറ്റൂ. അസുഖം പ്രാർത്ഥിച്ചു വാങ്ങ? പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. രാത്രി കുഞ്ഞിന് പൊള്ളുന്ന പനിയായിരിക്കും. അതെ മോളെ. രാത്രി കുഞ്ഞിന് പൊള്ളുന്ന പനിയായിരിക്കും. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് പൊള്ളുന്ന പനിയാണേ, ആ കുഞ്ഞു ശരീരത്തിന് താങ്ങാൻ പറ്റില്ലായേ. ആ അസുഖം എനിക്ക് തന്നേക്കണേന്ന്. അമ്മയും കുഞ്ഞും ഒരു ബെഡിൽ കിടക്കണോ നിർബന്ധം പോലുമില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് പൊള്ളുന്ന പനിയായിരിക്കും. കുഞ്ഞിന്റെ പനി വിടുകയും ചെയ്യും. അതിനെയാ അസുഖം പ്രാർത്ഥിച്ച് വാങ്ങാന്നൊക്കെ പറയുന്നതേ. വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാവാത്ത അത്ഭുതം അത്. ഉള്ളത് പറഞ്ഞ പെറ്റമ്മയും അവളുടെ കുഞ്ഞും ഒരേ ശരീരം തന്നെയല്ലേ? അല്ലേ മോളെ? 9 മാസവും 9 ദിവസവും അമ്മയുടെ വയറ്റിലല്ലേ അത് കിടക്കുന്നത്. ജനനം കഴിയുമ്പോ മറ്റുള്ളവരല്ലേ അവർ തമ്മിലുള്ള പൊക്കൽക്കുടി ബന്ധം മുറിച്ചു മാറ്റുന്നത്. എന്നാലും അതങ്ങനെ മുറിഞ്ഞു പോവില്ല. കുഞ്ഞു ദൂരെ ആയാലും അതിനൊരു ആപത്തുണ്ടായ അറിയാതെ അമ്മയുടെ നെഞ്ചെന്ന് പിടയ്ക്കും. ടെലിപ്പതിയൊന്നും അല്ല മോളെ, അത് പൊക്കിൾക്കൊടി ബന്ധം തന്നെയാ. സത്യാമ്മ ഇപ്പൊ വരുവോ അച്ഛാ? അറിയില്ല മോളെ. ഒരാവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. എന്തു പറ്റി? അവൾക്ക് ചുമ്മാ ഓരോ ഭ്രാന്തുകളുണ്ടല്ലോ. അത് തന്നെ. ഞാൻ മോളെ പ്രീതി ഒന്ന് കാണിച്ചിട്ട് വരാം. ബാഗെടു മോളെ. കേട്ടോ. ഭാമ സുസ്മിതയുടെ പിന്നാലെ പോയിട്ട് എന്തായോ എന്തോ. കണ്ടില്ലേ പ്രീതി, നിന്റെ ചൂട് തട്ടിയപ്പോഴേക്കും അവളുടെ പനി കുറഞ്ഞു. നീ കണ്ടില്ലേ, അവള് വേർത്തു, പനി വിട്ടു. അല്ലേ പാർക്കുട്ടി? അല്ലേ പാർക്കുട്ടി?
അമ്മ എപ്പോഴും പറയും കുഞ്ഞും കുഞ്ഞിന്റെ അമ്മയായിട്ട് അദൃശ്യമായൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ടെന്ന്. അത് ശരിയാ വൃതി. ആ ബന്ധമാ നിന്റെ ചൂട് തട്ടിയപ്പോ ഇവളുടെ പനി മാറ്റിയത്. എന്നാലും കുഞ്ഞിന് പ്രീതിയമ്മയോടെ എപ്പോഴും അടുപ്പം. അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ അത് സമ്മതിച്ചു തരുമ്പോഴും ഹൃദയത്തിന് ഒരു നൊമ്പരം. നീ എഴുന്നേറ്റ് വരണമെന്ന ഓരോ നിമിഷവും എന്റെ പ്രാർത്ഥന. പക്ഷെ ഇവളെ വിട്ടുതരണമല്ലോ എന്ന് ഓർക്കുമ്പോ ഓരോ നിമിഷവും ഞാൻ സ്വാർത്ഥിയായിക്കൊണ്ടിരിക്കുകയാണെന്നും പേടിയാ. ഇവളുടെ സ്നേഹം കിട്ടാതിരുന്ന, ഇവളെ ഒരു നേരം കാണാതിരുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോവും ഞാൻ. അപ്പോ നിന്റെ അവസ്ഥ എന്തല്ല? അതാ പ്രീതി പറഞ്ഞ ഞാൻ ഒരുപാട് സ്വാർത്ഥയായി പോവാന്ന്. മോളെ ഇപ്പൊ ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. അമ്മയുടെ അടുത്തിരുന്നോ. എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. ഇല്ലെന്നോ? മോള് വാ. ആന്റി വാ മോള് വന്നേ. ആന്റി ഇങ്ങോട്ട് വാ. വന്നേ. വിട്. എന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് ആന്റിയുടെ കൂടെ വരില്ലായിരുന്നു. എന്തിനാ ആന്റി എന്നെ പിന്നെ ഈ നരകക്കുണ്ടിലേക്ക് തള്ളുന്നേ? തല്ലുകൊണ്ട് ചാവാനുള്ള അവസരം ആ ചൈന കോളനിയിലും ഉണ്ടല്ലോ. അതാവുമ്പോ ഞാൻ സ്നേഹിക്കുന്നവരല്ല, എന്നെ അറിയാത്തവരാ തല്ലുന്നൊരു ആശ്വാസമെങ്കിലും ഉണ്ടല്ലോ. നീ എവിടെ പോകാൻ തുടങ്ങുക? അവിടെ നിൽക്കേ. വേണ്ട ആന്റി. അഹമ്മദി അത്രയ്ക്കായോ നിനക്ക്? ഞാൻ പറഞ്ഞാലും നീ കേൾക്കാതായി. എന്റെ വീട് നിനക്കിപ്പോ നരകക്കുഴിയായി അല്ലേ? ആന്റി എന്നെ പറ്റി അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആന്റി പറഞ്ഞ അനുസരിക്കാത്തവളും സ്നേഹമില്ലാത്തവളും ആയിട്ടൊക്കെ. തൃപ്തിയായി ആന്റി, തൃപ്തിയായി. സ്വന്തം അമ്മയെ പോലും മറന്ന് ആന്റിക്ക് വേണ്ടി ജീവിച്ചതിനുള്ള കൂലി എനിക്ക് കിട്ടി. ഇപ്പൊ ആ ചൈന കോളനിയിലെ ചാവാലി പട്ടികളുടെ അടി വാങ്ങിച്ചു കൂട്ടിയത് പോലും ആന്റിക്ക് വേണ്ടിട്ടാ. അറിയോ, വിഷ്ണുവേട്ടനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരാന്ന് എനിക്ക് ആശ തന്നത് ആന്റിയാ. ആന്റി ഒറ്റ ഒരാളാ അല്ലേ? മറ്റൊരു പെണ്ണ് വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ എനിക്ക് വേണമെങ്കിൽ ആന്റിയെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് എന്റെ പാട് നോക്കി പോവായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. മകന്റെ മുന്നിൽ ആന്റിയുടെ തല കുനിഞ്ഞു പോയെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആന്റിയുടെ ആ നഷ്ടപ്പെട്ട അഭിമാനവും അന്തസ്സും എനിക്ക് തിരിച്ചു പിടിക്കണമായിരുന്നു. അതിനു വേണ്ടിയാ വിഷ്ണുവേട്ടനും ശാലിനിയൊക്കെ ഒരു പുഴുവിനെ പോലെ എന്നെ അവഗണിച്ചപ്പോഴും ഞാനിവിടെ പിടിച്ചു നിന്നത്. വിഷ്ണുവേട്ടനേക്കാ കേമനായ ഒരു പയ്യനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്നായിരുന്നു
ആന്റിയുടെ ദൃഢപ്രതിജ്ഞ. രോഹിത്തിന്റെ കല്യാണക്കാര്യം മുന്നോട്ട് വെച്ചപ്പോ ഞാൻ പൂർണ്ണ മനസ്സോടെ അല്ല അതിന് സമ്മതിച്ചത്. അത് ആന്റിക്ക് അറിയാലോ. എന്നാലും ഞാൻ ആ കല്യാണത്തിന് തയ്യാറായി. ആന്റി ചൂണ്ടിക്കാണിച്ച പയ്യനല്ലേ. ഏത് ദേവലോക സുന്ദരം വേറെ ഉണ്ടെങ്കിലും എനിക്കത് മതി. എന്നിട്ട് ആന്റി ആഗ്രഹിച്ച പോലൊരു ജീവിതമാണോ രോഹിത്തിന്റെ വീട്ടിൽ എനിക്ക് കിട്ടിയത്? പലപ്പോഴും ഞാനത് പറഞ്ഞപ്പോഴും ആന്റി വിശ്വസിച്ചില്ല. എന്നിട്ടിന്ന് ആന്റി ഇപ്പൊ അത് നേരിട്ട് കണ്ടില്ലേ? ആ വൃത്തികെട്ട സ്ത്രീയുടെ ആട്ടും തുപ്പും ചവിട്ടും കൊണ്ട് ഞാൻ അവിടെ തന്നെ കിടന്നു. രോഹിത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും സഹിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാമായിരുന്നു. എന്റെ അമ്മ എന്നെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോയേനെ. എന്നിട്ട് ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. എന്തിനാ? ആന്റിയെ മോശക്കാരി ആക്കാതിരിക്കാൻ. പാമേ, നിന്റെ തീരുമാനം തെറ്റായി പോയിന്ന് എന്റെ അമ്മ പോലും ആന്റിക്ക് നേരെ വിരൽ ചൂണ്ടരുതെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടിയാ എത്ര കഷ്ടപ്പാട് സഹിച്ചു പത്മാവതിയുടെയും ആ ചൈന കോളനിയിലെ പെണ്ണുങ്ങളുടെയും മുന്നിൽ ഞാൻ പിടിച്ചു നിന്നത്. അവരങ്ങ് തല്ലി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയ ദൈവത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. സത്യ ആന്റി, ആന്റി എനിക്ക് ദൈവ. ആ വാക്കും നോക്കും പ്രവൃത്തിയൊക്കെ കാണാ പാടാക്കാനാ ചെറുപ്പത്തിൽ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. അന്നേ ആന്റിയോടുള്ള വാശി പോലെയാ എന്റെ കവിളത്ത് ഓരോ അടി അടിക്കുന്നത്. ഇവിടുത്തെ വേലക്കാരിയും കാര്യസ്ഥനൊന്നും അടിക്കുന്നില്ലാന്നേ ഉള്ളൂ. അവര് പോലും എതിർപക്ഷത്ത് നിന്ന് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കുത്തുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി. അതാ ഞാൻ നരകക്കുടി എന്ന് പറഞ്ഞത്. ആന്റി ഇല്ലാത്ത നേരത്തെ ആന്റിയോടുള്ള ദേഷ്യം തീർക്കാൻ അവരൊക്കെ കൂടി എന്നെ വിഷം തന്ന് കൊല്ലുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട് ആന്റി. അല്ലെങ്കിൽ ആന്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വിഷ്ണുവേട്ടന് ശാലിനി ഇറങ്ങിപ്പോയതിനു ശേഷമല്ലേ അങ്കിൾ എന്നോടുള്ള ദേഷ്യം കൂടിയത്? ശാലിനിയും വിഷ്ണുവേട്ടനും ഇറങ്ങിപ്പോവാൻ ആരാ ആന്റി കാരണം? ഞാനാണോ? അല്ലല്ലോ. ആന്റിക്ക് അവകാശപ്പെട്ട സ്വർണം നഷ്ടപ്പെടാതിരിക്കാൻ ശാരദാമ്മയുടെ ബാഗ് പരിശോധിച്ചു എന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് മോഷ്ടാവിനെ പിടികിട്ടി. ശാലിനിയോടും വിഷ്ണുവേട്ടനോടും ഇറങ്ങിപ്പോവാൻ ഞാനല്ലല്ലോ പറഞ്ഞേ, ആന്റിയല്ലേ പറഞ്ഞേ. എന്നിട്ടും അതിന് ആന്റിയോടുള്ള ദേഷ്യം മുഴുവൻ എന്റെ അടുത്താ തീർക്കുന്നു. പ്രീതിയെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ പറഞ്ഞു. മനസ്സാ വാച എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുമോ ആന്റി? അതാ ആന്റി പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാന്ന്. അല്ലാതെ ആന്റിയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയൂ? ആന്റി ഉള്ളപ്പോ ഏത് നരകവും എനിക്ക് സ്വർഗം. മോളെ, അവർക്കൊക്കെ വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. നോക്ക്, ഈ എന്റെ മോളുടെ ദേഹത്ത് ആരും ഒരു നുള്ളു പൂഴി പോലും ഇടില്ല. ഇത് സത്യഭാമയുടെ വാക്കാ. ഈ ഒരു വാക്കാ ഈ തിരിച്ചുവരവിൽ എനിക്ക് വേണ്ടത്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആന്റി, വാ മോള് വാ. തല്ലിയിറക്കിയ സുസ്മിത തിരിച്ചു വന്നിരിക്കുന്നത്
ഈ വീടിൻ്റെ അടിക്കൽ ഇളക്കാൻ വേണ്ടിയാ. വീൽ ചെയറിലെ നായരും ആശുപത്രി കിടക്കയിലെ മോളും എല്ലാം സൂക്ഷിച്ചോ. നിങ്ങളെ തെക്കോട്ടെടുക്കാൻ ഇനി അധിക സമയമില്ല. വരുന്നു ഞാൻ. ഭഗവാനെ, ശാലിനുണ്ടല്ലോ മുകളില്. ഭാമകളെ കണ്ട എല്ലാം തീർന്നു. കണ്ടോ പ്രീതി, അവള് നിന്റെ കൈ പിടിക്കുന്ന കണ്ട. അവള് നിന്നെ വിളിക്കാൻ ശ്രമിക്കുക. പ്രീതി, നീ അറിയുന്നുണ്ടോ ഇതൊക്കെ? വാ മോളെ. എന്നെ കണ്ടിട്ടും ഇയാളെന്തോ ഒന്നും മിണ്ടാത്തെ? വേറെന്തോ പ്രശ്നമുണ്ടല്ലോ. രാഘവേട്ട, സുസ്മിത ഇനി മുതൽ ഇവിടെ ഉണ്ടാവും. അതെങ്ങനെ ശരിയാവും ഭാമേ? ശബ്ദത്തിനൊന്നും ഒരു ബലമില്ലല്ലോ. കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. പ്രീതിയുടെ റൂമിലേക്കാണല്ലോ നോട്ടം. എന്തോ സംഭവമുണ്ട്. എങ്ങനെ ശരിയാവുന്നോ? സുസ്മിത എല്ലാവരും കൂടി തല്ലിക്കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള തെറ്റൊന്നും ഇവള് ചെയ്തിട്ടുമില്ല. എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. ഓ, അങ്ങനെയാണെങ്കിൽ ആരാ രാഘവേട്ട അവിടെ? എനിക്കറിയില്ല ഭാമേ. ഇതവളാണല്ലോ ശാലിനി.
ആരാ മോളെ? ആര് സുസ്മിത അത്? ഒറീസെന്നോ ബീഹാറിന്നോ വന്ന പണിക്കാരി പെണ്ണുങ്ങൾ ആരോ ആണ് ആന്റി. അയ്യോ, കുഞ്ഞിനെയും കൊണ്ട് അവളെന്തോ മോഷ്ടിക്കാൻ കയറിയതാ. ആ പ്രീതിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി. പിൻവാതിലൂടെ ഓടിയിരിക്കുന്നെ. ആഹാ, എന്നാലൊന്ന് കാണണല്ലോ. വിടല്ലേ ആന്റി, കാണുമ്പോഴേ എറിഞ്ഞിട്ടോ. എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയതിന്റെ സന്തോഷത്തിലിരിക്കല്ലേ അങ്കിൾ? പുറത്തേക്ക് വന്നാ ഒരടിപൊളി സീൻ കാണിച്ചു തരാം. ടീ, നീയോ? ആഹാ, ഇവളായിരുന്നോ? ഞാൻ വിചാരിച്ചത് അന്യ സംസ്ഥാനത്തു നിന്നുള്ള വല്ല തൊഴിലാളികളും ആയിരിക്കുന്ന. അയ്യോ സോറി, അതിഥി തൊഴിലാളി. നിനക്കെന്താടി ഇവിടെ കാര്യം? നിന്നോടെ ചോദിച്ചത്. ശാലിനിയോ? ഇയാളെന്താ ഇവിടെ? വിട്ടേക്ക് ആന്റി, പട്ടിണിയല്ലേ. അടുക്കളയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാൻ വന്നതായിരിക്കും. എടി, നിന്നോടെ ചോദിച്ചത് ഇവിടെ എന്താന്ന്. സത്യഭാമയും വേണ്ട, സത്യഭാമയുടെ വീടും വേണ്ടാന്ന് പറഞ്ഞ് എന്റെ മകനെയും കൈപിടിച്ച് കൊച്ചുമോളെയും തോളത്തെടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ? പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നെന്നാ ചോദിച്ചത്. എടി, ഉത്തരം പറയാൻ. ശാലിനി എന്റെ കൂടെ വന്നതാ. വിഷ്ണുവേട്ടൻ എന്താ ഇവിടെ? നീയോ? സത്യഭാമയേക്കാൾ വളരുമെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേടാ നീ ഇവിടുന്ന്? നിനക്ക് തരാൻ ഇവിടെ പണം ഇല്ലെങ്കിലോ? ഓ, ഇവൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ. അത് നിന്നെ ഇവളെ ഓർത്തിട്ടൊന്നും അല്ല, ഇവളുടെ ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞിനെ ഓർത്തിട്ടാ. അന്നിവള് പറഞ്ഞത് എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സും ഒക്കെ ഉണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ അറബിക്കടലിൽ പോയോടാ. അന്ന് ഇവിടുന്ന് ഇറങ്ങിയതല്ലേ ഉള്ള ആന്റി. പട്ടിണിയുടെ ശരിക്കുള്ള രുചി എന്താന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആധാരം എടുക്കണമെന്നില്ല ആന്റി, കൊടുത്തേക്ക് വല്ല 10 100. സുസ്മിതേ, നീ ആരടി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? പണം കൊടുക്കണോ വേണ്ടെന്നേ ഭാമ തീരുമാനിക്കും. സുസ്മിത പറഞ്ഞതന്നെ എന്റെയും തീരുമാനം.
ഇവന് കൊടുക്കാൻ എന്റെ ഈ പണമൊന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ മോനെ? ഞാൻ വേണ്ട അച്ഛാ, ആരുടെയും സഹായം വേണ്ട. അച്ഛന്റെ കയ്യിൽ നിന്ന് അത് വേണ്ടെന്ന് പറയാൻ സങ്കടമുണ്ട്. മോനെ ഇത് ഞാനും എന്റെ ശാലിനും ഒരുമിച്ചെടുത്ത തീരുമാനമാ. ഇവരുടെ അടുത്ത് വന്നതേ മകനായിട്ടല്ല, പലിശയ്ക്ക് പണം വാങ്ങിക്കാനുള്ള ഒരു സാധാരണക്കാരൻ മാത്രമാണ് ഞാൻ. ഔദാര്യം ഒന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ശാലിനിയുടെ ഭർത്താവിന്റെ അധ്വാനിക്കാനുള്ള കരുത്തും മനസ്സ് അറബിക്കടലിൽ പോയിട്ടുമില്ല. വാ ശാലിനി. അതെ, കുഞ്ഞിനെ വേണമെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. ഭാമാന്റിയുടെ കൊച്ചുമോളല്ലേ. പട്ടിണിക്കിട്ട് ഭാമാന്റിക്കൂടെ വെറുതെ ചീത്തപ്പേരുണ്ടാക്കണ്ട. സുസ്മിതേ, ശാലിനിയും വിഷ്ണുവേട്ടനും പട്ടിണി കിടന്ന് ചത്തതിനു ശേഷമേ ഈ കുഞ്ഞ് എന്തെങ്കിലും ഒന്നിന്റെ കുറവറിയും. നീ പോയി വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടുക്കളപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് മിണ്ടാതിരിക്കെ. ശാലിനി,